താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ നേരം വരെ ഇത്രയും വൈകിട്ടും ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ? அப்படி நிறைய மக்கள் நினைக்கிறது. லாஸ்ட் 90 days தூங்குறதே இல்லை. இந்த ഒരേ ഒരു നിമിഷം, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ 90 ദിവസം. ലാസ്റ്റ് 72 hours ഞാനും എന്റെ പിള്ളേരും തൂങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഈ സമയത്തും ഈ 9:45 ആയിട്ടും ലക്കീഡർ ഓൾറെഡി ഇതിന്റെ ഉള്ളിലുണ്ട്. അർമാനി വാച്ച് കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, പ്രൊജക്ടർ കൊടുക്കുന്നു, മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഇമ്പോർട്ടഡ് പെർഫ്യൂം കൊടുക്കുന്നു. എന്നറിഞ്ഞിട്ടും 5 സ്റ്റാർ ഡിന്നർ പോലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ കുടുംബമാണ് ഇതിന്റെ ഉള്ളിൽ. இத்தனையும் വലിയൊരു ப்ரோக்ராம், இவ்வளவு பெரிய ஒரு ப்ரோக்ராம் பண்ணும்போது நிறைய மக்கள் என்கிட்ட கேட்டாச்சு, சுஜி 2000 people man, how people are coming from far away, around 4000 kilometer or 2000 kilometer, എവിടുന്ന് വരും? ഒരു RTP പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ പോലും 150 പേരില്ലെങ്കിൽ 180 people. ഒരു നല്ല 2 day ക്യാമ്പ് നടത്തുകയാണെങ്കിൽ പോലും മാക്സിമം 200 people. അപ്പോഴാണ് പറയുന്നത് അതേ റേഞ്ചിൽ ഒരു 2000 പീപ്പിളെ വെച്ച് നടത്തുമെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും പറയുന്നതായിരുന്നു നടക്കില്ല, ആര് വരും? പേഴ്സണലി എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, മിസ്റ്റർ സുജിത് ഖാൻ, ഇത്രയും വലിയ കൂട്ടം ആര് കൊണ്ടുവരും? ആരാണ് ഇത്രയും കൊണ്ടുവരാൻ താങ്കളുടെ കൂടെ ഇപ്പൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചു. ആ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ. 4000 കിലോമീറ്ററിൽ നിന്ന് വരും, 40,000 കിലോമീറ്ററിൽ നിന്ന് വരും, ചാത്തന്മാർ കൊണ്ടുവരും. അത് 11 വർഷം കൊണ്ട് പഠിച്ചതാണ്. I really want to thank you people because ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമാക്കിയത് ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമാണ്. ഇത്രയും പേഷ്യൻസോട് കൂടിയിട്ട് I really want to congratulate you all the people because നിങ്ങളെ ഒരു വർഷത്തെ നിങ്ങളെ അധ്വാനം, നിങ്ങളെ എഫേർട്ട്. പല ആളുകളും വന്ന പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഈ 9:40 ആവുമ്പോഴും ഈ ഡാൻസ് എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെ ഞങ്ങളെ കളിയാക്കിയവർ, തിരിഞ്ഞു കുത്തിയവർ, നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ നടത്തി കാണിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. ഞാൻ ഇനിയും ഡാൻസ് കളിക്കും. അല്ല, ഇപ്പൊ വേണ്ട, ഞാൻ ഇനിയും കളിക്കും. ഇന്ന് ചെയർമാനും സിഇഒ പറഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നോ ഇഷ്യൂ. കാരണം നമ്മുടെ അധ്വാനം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ റെക്കഗ്നീഷൻ, ഒരു വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ അച്ചീവ്മെന്റ്, അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ലൈഫിൽ നേടിയത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. കളിയാക്കിയവരെ മുന്നിൽ കളിയാക്കിയവരെ വിടാൻ പാടില്ല എന്ന് കരുതി അടിക്കാനൊന്നും പോകരുത്. പക്ഷെ മനസ്സിൽ വെക്കണം, ഇതേപോലത്തെ ഒരു പ്രോഗ്രാം ചെയ്ത് അവരെ മുന്നിൽ കയറി നിൽക്കണം, എന്നിട്ട് ഈ ലോകത്തിനോട് വിളിച്ചു പറയണം. ഇപ്പൊ ഞാൻ ഈ കയറുന്ന സമയം മുതൽ 12 മണി മുതൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അച്ചീവ്മെന്റ് ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. So first of all, I want to thank my all people coming from Meghalaya, my lovely Kong Kamanla Pasa and team, Madam Boinu ma'am from Manipur, and people coming from Andhra and Telangana, my Black Diamonds and all the people. என்னை இவ்வளவு நாளா பெருசா கொண்டாடி என்னை வாழ வைக்கும் தெய்வங்கள், என் தமிழ்நாடு மக்கள், நிறைய மக்கள் இதுக்குள்ள வந்திருக்கு. Thank you very much. This is not my success, this is our team success. People coming from Bangalore, Mangalore and Maharashtra and all the people. കഴിഞ്ഞ ഒരു 90 days നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ദിവസം 5000 മെസ്സേജ് പമ്പ് ചെയ്യാൻ കഴിവുള്ള എന്റെ ചുണക്കുട്ടികൾ, ഈ കേരളത്തിന്റെ മുത്തുമണികൾ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ലവ് യു ഓൾ. ഞാൻ ഇനി സെമിനാർ ഒന്നും എടുക്കുന്നില്ല, ടെൻഷൻ അടിക്കണ്ട. പല ആളുകളും എന്നെ കുറിച്ച് നോക്കണം, സുന്ദർ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്നെ ഓടാമായിരുന്നു. ഞാൻ എനിക്കൊരു വോട്ട് ഓഫ് താങ്ക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒറ്റ പോയിന്റ്, ഇന്ന്
ഈ പ്രോഗ്രാം ഇത്രയും കളർഫുൾ ആക്കിയതിന്റെ ഒരൊറ്റ കാരണം പ്രോഗ്രാം അല്ല, ഈ ജീവിതം, നമ്മുടെ ലൈഫ് മനോഹരമാക്കാൻ ഏറ്റവും വലിയൊരു കാരണക്കാരൻ ഇന്ന് ഈ സ്റ്റേജിലേക്ക് കയറി വന്നു. പല ആളുകളും സാധാരണക്കാരൻ 50,000 2 ലക്ഷം 2,50,000 വലിയ അച്ചീവ്മെന്റുകൾ എല്ലാം നേടിയെടുക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തി 2014 അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു കമ്പനി ബിൽഡ് ചെയ്യാൻ ദൈവം കൊടുത്ത ഒരു മനസ്സും ജനങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ഒരു ചെയർമാനും ഒരു വിഷണറി ചെയർമാൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെല്ലാം പെർഫോം ചെയ്തത്. യെസ് ഓർ നോ? ഈ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമാണ് സുജിത് ഖാന് വാല്യൂ ഉള്ളത്. അതർവൈസ് നോർമൽ പേഴ്സൺ നിങ്ങൾ എല്ലാവരും. സോ താങ്ക് യു വെരി മച്ച് സാർ. താങ്ക്സ് എ ലോട്ട് അവർ വിഷണറി ചെയർമാൻ, അവർ ഗ്രേറ്റ് വിഷണറി ചെയർമാൻ അൻസാർ സാറിന് നല്ലൊരു കൈയടി നിങ്ങൾ കൊടുക്കണം. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇനി ഒരു സെമിനാറിന്റെ ആവശ്യമില്ലെന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ സിഒ ഇവിടെ വന്ന് ഒരു തീപ്പൊരിയായിരുന്നു നടന്നത്. യെസ് ഓർ നോ? ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിം. നോട്ട് നൗ, in 10 years back and 15 years back and 20 years back. അത്രയും എന്റെ ലൈഫിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തി, എന്റെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ വ്യക്തി, എന്റെ ലൈഫിൽ എന്നെ പോലത്തെ ഒരു സാധാരണ വ്യക്തിയെ എടുത്ത് ഇത്രയും ഗ്രൂം പണി ഇവളോ പെരിയൊരു അച്ചീവ്മെന്റ് എല്ലാം കൊണ്ടുവന്നതിന് കാരണം ഒന്നേ ഒന്ന് മറ്റുണ്ടാ, the man, the myth, the legend of Indian direct selling industry, the one and only multi-talented genius, Advocate Abhilash Thomas. Thank you very much sir. Thank you Abhibai. Thank you for saving my life. And of course the entire Viva management, Nishaji inge irukku, நிறைய மக்கள் பின்னாடி மிஸ்டர் ராகுல், நிறைய மக்கள் மேனேஜ்மெண்ட்ல இருந்து வந்திருக்கு. என்டையர் விவா மேனேஜ்மெண்ட்டுக்கு நீங்க பெரிய ஒரு கைத்தட்டல் நீங்க கொடுத்தே ஆகணும். சோ ஆஃப் கோர்ஸ் இன்னைக்கு இவ்வளவு பெரிய லெவல்ல எனக்கு சாதிச்சதுக்கு ரீசன் ஆஃப் கோர்ஸ் உங்களுக்கு தெரியும். எப்பவுமே நம்ம சேர்மன் சொல்ற ஒரு வேர்ட் இருக்கு, நல்ல ஒரு ஃபேமிலி கூட இருந்தால் எவ்வளவு பெரிய பிசினஸ்காரன் உனக்கு ஆகலாம். எப்பவுமே எனக்கு சொல்லி தரும், என்ன மோட்டிவேட் பண்ணிட்டு இருக்கிற என்னோட பேரண்ட்ஸ், மை மாம், மை பிரதர், மை லவ்லி கிட்ஸ். நீங்க பார்த்திருக்க அவரெல்லாம் வேலை செஞ்சுட்டே இருக்கிறதுக்காக, உங்களை எல்லாம் ட்ரீட் பண்றதுக்காக இன்னைக்கு அவரும் வேலை செஞ்சுட்டே இருக்கு. அது மட்டும் கிடையாது, என்ன 90 days உங்களுக்கு அத்தனை பேருக்கும் தெரியும் 4 மணிக்கு தான் என்னைக்கு என்னோட லாஸ்ட் மெசேஜ் அந்த குரூப்ல என்னோட மெசேஜ் தான் வரும். എത്രയോ പേര് കണ്ടിട്ടുണ്ട് ലാസ്റ്റ് മെസ്സേജും ഫസ്റ്റ് മെസ്സേജും എന്റേതായിരിക്കും വരുന്നത്. കഴിഞ്ഞ 90 ദിവസം എന്റെ ഫാമിലി, മൈ ലവ്ലി വൈഫ് ശുഭ സുജിത് ഖാൻ ഇസ് ഹിയർ, എന്നോട് പറഞ്ഞൊരു പോയിന്റാണ്, ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് 17-ാം തീയതി വരെ ജനങ്ങളാണ് നമുക്കെല്ലാം തന്നത്. ജനങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അവർ വന്നതിന് ശേഷമാണ് നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്നെ കഴിഞ്ഞ 90 ദിവസം ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കാൻ വിട്ട ദ ഒറിജിനൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ മൈ വൈഫ് ഈസ് ഹിയർ. അവരാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു. So my dear friends, ஒரே ஒரு விஷயம் சொல்லி நான் வைண்ட் அப் பண்றேன். இந்த டீம் இருந்தா தான் மேஜிக் எல்லாமே நடக்கும். This is 10th year my dear friends. This is 10th year. எத்தனையோ பேர் இங்க வந்து சொல்லி இருக்கு, you have to believe. 10 வருஷங்களுக்கு முன்னாடி ஒரு லீடர் இந்த மாதிரி ஒரு ப்ரோக்ராம் பண்ணது நான் பார்த்திருக்கேன். 10 വർഷத்துக்கு முன்னாடி ഇതേ പോലത്തെ ഒരു പ്രോഗ്രാം കണ്ട സമയത്ത് ഞാൻ ബാക്കിലിരുന്ന ഒരു സാധാരണ നോർമൽ പേഴ്സൺ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, സോഫ്റ്റ് ലോഞ്ചിൽ അർജുൻ കെ വസന്ത് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും പോയപ്പോ ഞാനും ബാക്കിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഇത്രയും മനോഹരമായ പ്രോഗ്രാം നടക്കുന്നു, ഒരു ലീഡർ അവിടെ വരുന്നു, പെർഫോം ചെയ്യുന്നു, ഇത്രയും വലിയ ആംബിയൻസിലെ ഇവന്റ് നടക്കുന്നു. ആ ബാക്ക് സൈഡിൽ നിന്നും ഞാൻ എടുത്തൊരു തീരുമാനമാണ്, എനിക്കും ഒരു ദിവസം ഇതേപോലത്തെ ഒരു ബിഗ് സ്കെയിലെല്ലാം ഒരു ഈവന്റ് നടത്തി എനിക്കും ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഇന്ന് സിഗ്നേച്ചർ അറ്റ് 10 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയലി ഐ ആം ടെല്ലിംഗ് യു, അന്ന് ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ്സിലൂടെ 1 by 1 ആയിട്ട് ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈവൻ ദ കമ്പനിയുടെ ഓൾ ഇൻകം I can proudly say, even the last week or so, I got a royalty income from this company. മലയാളത്തിൽ പറയുകയാണെന്നെങ്കിൽ
ഈ ഇൻഡസ്വ കമ്പനിയുടെ എല്ലാ ഇൻകം മേടിക്കുന്ന ഒരൊറ്റ കുട്ടിയെ കേരളത്തിലുള്ളൂ. അതാണ് ഈ നിൽക്കുന്നത്. കയ്യടികളാ മക്കളെ, മനസ്സിലായോ? ഇന്ന് എനിക്ക് സാധിക്കുമെങ്കിൽ, എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ 2000 പേരെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തി ഇവിടുന്ന് തീരുമാനം എടുക്കുകയാണ്. സർ, ഭക്ഷണമല്ല ഇമ്പോർട്ടന്റ്, ടീ ബ്രേക്ക് അല്ല ഇമ്പോർട്ടന്റ്, ലാപ്ടോപ്പ് അല്ല ഇമ്പോർട്ടന്റ്. ഞാനും വരുന്ന 5 വർഷം കൊണ്ട് സിഗ്നേച്ചർ പോലത്തെ ഒരു പ്രോഗ്രാം എന്റെ ഓർഗനൈസേഷനിൽ ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസഡറായിട്ട് ഞാൻ നടത്തും എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഹിറ്റായി എന്നുള്ളതാണ് സത്യം. ഒരു സിംഗിൾ പേഴ്സൺ. അതിന് ഇതിന്റെ ഓരോ റാങ്കിലും നമുക്ക് ക്രേസ് ഉണ്ടാവണം, ഭ്രാന്തമായ ആവേശം ഉണ്ടാവണം. ഇൻഡസ്ട്രിയുടെ 16 റാങ്ക് കയറാനും ഭ്രാന്തമായ ആവേശം വരും. ഒരു റൂബി ആയി കഴിഞ്ഞാലും പേളായാലും എംറാൾഡ് ആയാലും അടുത്ത റാങ്കിലേക്ക് കയറാൻ നമുക്ക് അത് അവളെ പൈറ്റി പിടിക്കണം. அதெல்லாம் லைஃப்ல ஒரு வேற லெவல் மாதிரி இருக்கும். அதெல்லாம் சொல்றதுக்கு எனக்கு டைமே இல்லை. பிளாக் டைமண்ட் அம்பாசடர் ஆனதுக்கு அப்புறம், இண்டஸ்ட்ரியோட பிளாக் டைமண்ட் அம்பாசடர் ஆனதுக்கு அப்புறம் காலையில 7 மணிக்கு உங்களுக்கு ஒரு கோல் வரும். அந்த கோல் பார்த்தா உங்களுக்கு அன்னோன் நம்பர் தெரியாது. பிளாக் டைமண்டுக்கு ஒரு சிங்கிள் கோல் வரும்போது நீங்க போன் எடுத்தா சொல்லும், எஸ், how are you? My name is C. Ansar, the chairman of Indus Viva. ആ ഒരു സിംഗിൾ കോൾ ലൈഫിന് ഒരു മീനിങ് ഇരിക്കും. എനിക്ക് கிடைச்சிருக்கு அந்த மாதிரி. ആ ഒരു സിംഗിൾ കോൾ ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ നെക്സ്റ്റ് ഡേയിലെ രാവിലത്തെ ഫോൺ കോൾ ആണ്. ലൈഫിന് ഒരു അർത്ഥം വരും. അങ്ങനത്തെ ഭ്രാന്തമായ ആവേശം നിങ്ങൾക്കുണ്ടോ? ഇതിന്റെ ഇടയിൽ എത്രയോ പേര് പറയും നടക്കില്ല, ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും വലിയൊരു പ്രോഗ്രാം ഹയാത്ത് റീജൻസിലെ பண்ண முடியுமா? நடக்காது தம்பி. எத்தனை பேர் சொல்லிருக்கு தெரியுமா? போன் பண்ணி கூப்பிட்டு சொல்லியாச்சு, டேய் 2000 people ஹயாத் ரீஜன்சி மெகா ப்ரோக்ராம், பிக் பட்ஜெட், சுஜி, not possible. அவங்கிட்ட ஒண்ணு மட்டும் தான் சொன்னது, போடா ஆண்டவனே நம்ம பக்கம் இருக்கு. பாத்திருக்க இன்னைக்கு ப்ரோக்ராம் என் மக்களுக்கு கூட அந்த ஆட்டிடியூட் உங்களுக்கு இருந்தால் இந்த பிசினஸ்ல 16 ரேங்க் உங்களுக்கு டச் பண்ணல மாதிரி இருக்கும். எனக்கு உங்ககிட்ட நிறைய விஷயங்கள் சொல்லணும், டைம் இல்லை, ஆனா எனக்கு சொல்லி ஆகணும். அதனால டேக் a decision today. ഒരു വലിയ തീരുമാനങ്ങൾ എടുക്കൂ, ഒരു ലീഡർഷിപ്പിലേക്ക് ഞാൻ കയറി വരും. എനിക്കൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതും ഇങ്ങോട്ട് കയറി വരുമ്പോഴും പ്രാർത്ഥിച്ചതും ഇരുന്നതും സംസാരിക്കുന്നതും ഓൾറെഡി അഭിലാഷ് സാർ ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വരുന്ന 6 വർഷം കൊണ്ട് 1000 ഡയമണ്ട്സിനെ ഉണ്ടാക്കും. പറയുന്നത് ആരാണെന്ന് അറിയോ? 1000 കോടി ചെക്ക് ഒപ്പിട്ട് കൊടുത്ത മനുഷ്യനാ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരുത്തനല്ല പറയുന്നത്. 1000 കോടി ചെക്ക് ഒപ്പിട്ട ആളാ പറയുന്നത്. അതിൽ എത്ര കോടി ഞാനും എന്റെ ടീമും വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ, റൈറ്റ്? ഈ ഒരു കോമൺ മിഷന് വേണ്ടിയിട്ടാണ് ഒരു മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പല സമയങ്ങളിലും പറയാറുണ്ട്, എന്റെ ലൈഫിന്റെ മീനിങ് എന്ന് പറയുന്നത്, എന്റെ ലൈഫിന് ഒരു അർത്ഥം വരുന്നുണ്ടെങ്കിൽ ആ 1000 പേരിൽ 501 കുറി വെച്ചടിച്ചാൽ മാത്രമേ ലൈഫിനൊരു മീനിങ് വരുള്ളൂ. പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 501 ഡയമണ്ട് ആളുകൾക്ക് ആർക്കും, പല ആളുകൾക്കും വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്ന മക്കൾ എൻ കൂടെ இருக்கு. அதனாலதான் இன்னைக்கு உங்களுக்கு ஒரு புக் நான் கொடுத்திருக்கு. அதில் ஒரு எடிட்டர் போஸ்டர் இருக்கு, என்னோட பிக்சர் இருக்கு. அது எதுக்கு தெரியுமா? உங்களை காமிக்கிறதுக்கு வச்சதல்ல, அது நீங்க படிக்கணும். அதுல நான் சைன் பண்ணிருக்கு. 2030 ടീം സുജിത് ഖാൻ 501 ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒപ്പിട്ടിരിക്കുകയാണ്, എഴുതി ഒപ്പിട്ടിരിക്കുകയാണ്. അതല്ല ടീം സുജിത് ഖാൻ சொன்னா சும்மாவா? ഏയ് അടിച്ച് പട്ടേ കളപ്പും വേറെ ലെവലില്. 25,000 PV വന്നിട്ട് പിന്നെയും പടിയെടുക്കുന്നു. 50,000 PV വന്നതിന് ശേഷം റോയൽറ്റി കിട്ടിയിട്ട് പിന്നെ പടിയെടുക്കുന്നു. എന്താ അതിന്റെ മീനിങ്? ലെക്സസ് കാർ കിട്ടിയിട്ട് പിന്നെ പടിയെടുക്കുന്നു. ഒരു കാറല്ല, 2 കാറല്ല, 3 അല്ല, 4 കാർ ഇൻഡസ്ട്രി വന്നു, എന്നിട്ടും ജോലി ചെയ്യുന്നു. ഒരു വീടല്ല, 2 വീടല്ല, 3 വീടല്ല, 4 വീട് കിട്ടി, എന്നിട്ടും ജോലി ചെയ്യുന്നു. ആദ്യത്തെ പാസ്പോർട്ട് മുഴുവൻ ഞാൻ സീലടിച്ചു. സെക്കൻഡ് പാസ്പോർട്ട് ജംബോ പാസ്പോർട്ട് എടുത്തു, അതും ഫുള്ളായി. ഇന്റർനാഷണൽ ഇപ്പൊ പോയിട്ട് എന്നിട്ടും ജോലി ചെയ്യുന്നു. ഒരൊറ്റ മീനിങ് ഉള്ളൂ, ഐ വാണ്ട് ഇമ്പാക്ട് പീപ്പിൾസ് ലൈഫ്
I want impact people's life. 501 ഡയമണ്ട് കുറി വെച്ചടിക്കും. നമ്പണോ മൈ ഡിയർ ഫ്രണ്ട്, നമ്പണോ, വിശ്വസിക്കണം. എന്റെ ഇമോഷൻ ഞാൻ പറഞ്ഞു തരാം. ഇവിടുന്ന് 2000 പേര് പോകുന്നു. സിഗ്നേച്ചർ അറ്റ് 11 ഇന്ന് വന്ന ഒരു വ്യക്തി തീരുമാനമെടുക്കാണ്, അടുത്ത വർഷത്തെ പ്രോഗ്രാമിൽ ഞാനൊരു റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് വരുമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ അല്ലയോ? സിഗ്നേച്ചർ അറ്റ് 11 2000 പേര് വന്നിട്ട് പറയാണ്, ഈ വന്ന റൂബികളെല്ലാരും സാറേ അടുത്ത വർഷം ഞാനൊരു പേൾ എക്സിക്യൂട്ടീവ് ആണ് എന്ന് ഡിസിഷൻ എടുത്തു പോയാൽ 1 കൊല്ലം കൊണ്ട് പോസിബിൾ ആണോ അല്ലയോ? 12 വന്ന മക്കൾ ഒരു முடிவெடுக்க போறது, சார் அடுத்த வருஷம் ஒரு எமரால்ட் எக்ஸிக்யூட்டிவ் ஆகி தான் நான் வரும், அப்படி ஒரு முடிவெடுத்தால் பாசிபிளா இல்லையா? 13 ப்ரோக்ராமுக்கு வந்து அவ்வளவு மக்கள் வரும்போது ஒரு சிங்கிள் பர்சன் கேன் டேக் எ டிசிஷன் நெக்ஸ்ட் மந்த் or next year, signature at 14. I'm coming back to the program as a Sapphire executive. Is possible or not? 2000 സിഗ്നേച്ചർ അറ്റ് 14 വന്നിരിക്കുന്ന 2500 പേര് പറയാണ്, സാർ അടുത്ത വർഷം സിഗ്നേച്ചർ അറ്റ് 15 നടക്കുന്നുണ്ടെങ്കിൽ ഈ 500 പേര് ഡയമണ്ട് ആയിട്ടേ കയറുമെന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ലയോ? ഒരു മാനേജ്മെന്റ് എടുത്ത മാനേജ്മെന്റിന്റെ തീരുമാനത്തിന് 1 വർഷം മുന്നേ പ്രോജക്ട് ഫിനിഷ് ചെയ്ത് നമ്മൾ കളവൊതുക്കണം. 1 വർഷം മുന്നേ. എന്നിട്ട് നിങ്ങളെ വളർത്തുന്ന നിങ്ങളെ മെന്റർക്ക് ഒരു അഭിമാനമാവണം, നിങ്ങളെ മാനേജ്മെന്റിന് ഒരു അഭിമാനമാണ്. നിങ്ങളുടെ ചെയർമാൻ പറയണം, എന്റെ ബിസിനസ് കൊണ്ടിടക്കാൻ കേൾപ്പുള്ളവൻ അല്ലെങ്കിൽ കേൾപ്പുള്ള ഒരു പെൺകുട്ടി. നിങ്ങളുടെ സിഇഒ പറയണം, ഈ ബിസിനസ് കൊണ്ടിടക്കാൻ തന്റെ ഇടമുള്ളവൻ. നിങ്ങളുടെ മാതാപിതാക്കൾ പറയും, എന്റെ ജീവിതത്തിന് അർത്ഥം വന്നത് ഈ മകനെ പോറ്റി വളർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മകളെ പോറ്റി വളർത്തിയത് കൊണ്ടാണെന്ന്. നിങ്ങളുടെ ഫാമിലി പറയണം, he is my husband or my father എന്ന് പറയണം. ലോകത്തിനും കുടുംബത്തിനും ടീമിനും അഭിമാനമുള്ള ഒരു വ്യക്തിയായി സിഗ്നേച്ചർ അറ്റ് 15 ഈ ഹാളിൽ വരുന്ന ചിന്തിച്ചു നോക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. 2030 അടുത്ത 6ാമത്തെ വർഷം ഹൈദരാബാദിൽ നടക്കുന്ന ഇൻഡസ്ട്രിയുടെ 1000 ഡയമണ്ട്സിൽ നമ്മൾ 501 പേര് ആ ഹാളിൽ കയറി കാലെടുത്ത് വെക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്. Our impact. Just imagine, my dear friends. 2030 കഴിഞ്ഞാൽ 2030 ഇൻഡസ്ട്രിയുടെ 1000 ഡയമണ്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച തിങ്കളാഴ്ച ആദ്യം രാവിലെ കൊച്ചി ടു ലണ്ടൻ ഡ്രൈവ് 16,000 കിലോമീറ്റർ 70 ദിവസം 20 കൺട്രി ഞാനും എന്റെ ബ്ലാക്ക് ഡയമണ്ട്സും പോകുന്നത് ലോകം മുഴുവൻ കാണിക്കും. അതുവരെ ഐ പ്രോമിസ്, ഇത്രയും മനുഷ്യന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതിനു വേണ്ടിയിട്ട് ഐ എം റെഡി ടു ഡൈ ഫോർ മൈ ഡ്രീംസ്, മൈ ടീം ഡ്രീംസ്. അതിൽ 4 പേര് നടക്കില്ല എന്ന് പറഞ്ഞാൽ നിർത്തരുത്. ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് 4 പേര് നടക്കില്ല എന്ന് പറഞ്ഞാൽ നിർത്തരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യൂ. ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. ഒരു ലീഡറാണ് എല്ലാം നേടിയെടുക്കുന്നത്. ലീഡർഷിപ്പ് ഉണ്ടാക്കാനാണ് വൈബ്രന്റ് വിവ നമ്മളെ പഠിപ്പിക്കുന്നത്. എവറിത്തിങ് റൈസസ് ആൻഡ് ഫോൾസ് ഓൺ ലീഡർഷിപ്പ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് എന്റെ അപ്ലൈൻ ഈ അവസരം തന്നു. അപ്ലൈൻ ഈസ് ജസ്റ്റ് എ റെഫറൻസ് മൈ ഡിയർ ഫ്രണ്ട്. സക്സസ് ഈസ് യുവർ ഡ്യൂട്ടി. അപ്ലൈൻ നമുക്കൊരു അവസരം തരും. ഇവിടെ എന്തിനാ ഈ ലിവ് ലൗഡി വെച്ചത്? അന്തസ്സായിട്ട് ജീവിക്കൂ, പണമുണ്ട്. ഇവിടെ എഴുതി വെച്ചിരുന്നു, സക്സസ് ഈസ് യുവർ ഡ്യൂട്ടി. ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ പറ്റും. ലീഡർ ആവാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് പറയല്ല, എല്ലാ മനുഷ്യന്മാരും പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിൽ നിന്നാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല ആളുകളും നിങ്ങളോട് നോ പറയും, നടക്കില്ലെന്ന് പറയും. നിങ്ങളുടെ സ്വപ്നങ്ങളെ കുത്തിമലത്തും. പിന്നിൽ നിന്ന് പറ്റും, മുന്നിൽ നിന്ന് പറയും. അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ഫോക്കസ്, സിഗ്നേച്ചർ അറ്റ് 15 ആസ് എ എക്സിക്യൂട്ടീവ് ഡയമണ്ട്. ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യന്മാരും അങ്ങനെ വളർന്ന ആളുകളാണ്. അത് ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയോ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ സംഭവാമി യുഗേ യുഗേ.
ധർമ്മത്തിനെതിരെ ഒരു അധർമ്മം വന്നാൽ പല രൂപത്തിലും പല ഭാവത്തിലും ഞാൻ ഇറങ്ങി വന്ന് പൊരുതും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കെതിരെ ആരെങ്കിലും തടസ്സം നിന്ന് കഴിഞ്ഞാൽ പല രൂപത്തിലും പല ഭാവത്തിലും ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് ഡയമണ്ടായി ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ കയറി നിന്ന് വന്ന് പറയണം, ഞാനെടുത്ത തീരുമാനം കൊണ്ട് എന്റെ സ്വന്തം സിഗ്നേച്ചർ നടക്കുന്നു. അതല്ലേ ചങ്കൂറ്റം എന്ന് പറയുന്നത്? യെസ് ഓർ നോ? ആംപിയർ ഉണ്ടാവണം മൈ ഡിയർ ഫ്രണ്ട്സ്. ചങ്കൂറ്റമുള്ള ആളുകൾക്ക് നേടിയെടുക്കാനുള്ളതാണ് ഈ ലോകം. ചങ്കൂറ്റമുള്ള മനുഷ്യന്മാർക്ക് തേടിപ്പിടിക്കാനുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്ന ആളുകൾ. ആ റാങ്ക്, ആർ യു റെഡി? Are you ready? 2029 നമ്മുടെ സിഗ്നേച്ചർ 15ൽ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഡയമണ്ട് അടിച്ചു എന്ന് പറയുന്നത് എത്ര പേര് ഇരിക്കുന്നുണ്ട് ഇവിടെ? So take a right decision. ഒരു തീരുമാനം, ഒരു முடிவெடுக்க, ஒரு முடிவெடுத்ததுக்கு அப்புறம் நீங்க ஒரு முடிவெடுத்து நீங்க இங்க இருந்து போனோம். நெக்ஸ்ட் இயர் சிக்னேச்சர் at 11 இன்னைக்கு நடந்த இதா இருந்தால் next year 2025 signature at 11. I promise you இதுக்குள்ள இருக்கிற ഈ ബാച്ച്, this batch, because നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്നത്. This batch will create wonders in Indian network marketing industry and industry. So thank you very much. Thanks a lot. பின்னாடி இருக்கிற மக்களுக்கெல்லாம் வந்து சார் இனியும் பேசணும், எனக்கும் ஆசை இருக்கு, ஆனா இனி நீங்க எல்லாம் டின்னர் சாப்பிடலன்னா எனக்கு அது வருத்தம். நீங்க சாப்பிட்டு போன அவ்வளவு அரேஞ்ச் பண்ணிருக்கு, அதுக்கு அவரே வந்து என்ன பார்த்துட்டு இருக்கு. பட் ஐ வாண்ட் டு டாக் டு யூ மோர். എനിക്ക് ഒരു 3 മണിക്കൂറെങ്കിലും എന്റെ 2029 പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം. അതിനുവേണ്ടി ഈ വരുന്ന നെക്സ്റ്റ് സൺഡേ ഐ എം പ്ലാനിങ് ടു വൺ ബ്യൂട്ടിഫുൾ ട്രാവലിംഗ് ഇൻ വേമ്പനാട്ട് കായൽ. സിഗ്നേച്ചർ അറ്റ് 10 നടന്നത് കരയിലാണെങ്കിൽ സിഗ്നേച്ചർ അറ്റ് 10ന്റെ സെലിബ്രേഷൻ നടക്കുന്നത് കായലിലാണ്. അടുത്ത ഞായറാഴ്ച ഈ വരുന്ന ഫ്രൈഡേയിൽ പേഴ്സണലി ഒരു സ്റ്റാറിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു 300 cc റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ കോണ്ടാക്ട് യുവർ അപ്ലൈൻ ഡയമണ്ട്. ഞാനും മിസ്റ്റർ അർച്ചിത് രമേഷും മിസ്റ്റർ ഓം പ്രകാശും മിസ്റ്റർ അർജുൻ കെ വസന്തും മിസ്റ്റർ റാം മോഹനും അല്ലെങ്കിൽ മിസ്റ്റർ മണികണ്ഠനും മിസ്റ്റർ അബു താഹിറും പവർകുമാർ നാരായണനും രാമകൃഷ്ണ ഗവർണേലിയും അല്ലെങ്കിൽ എന്റെ ബ്ലാക്ക് ഡയമണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടി ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഒരു ബോട്ടിൽ 250 പേർക്ക് പോകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. സോ സിഗ്നേച്ചർ അറ്റ് 10ന്റെ സെലിബ്രേഷൻ നടക്കുന്നത് കായലിലാണ്. നിങ്ങൾ അത്ര പേരും ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. My best wishes. Have a fantastic day and good night and God bless and God